വെൽക്കം ടു സിനിമോസഫി. ഡിയസ് ഈറെ എന്ന വാക്കിനർത്ഥം ക്രോധത്തിന്റെ ദിനം എന്നാണ്. ലാറ്റിൻ പദമാണ് ഡിയസ് ഈറെ എന്നത്. 13-ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ കത്തോലിക്ക ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിൽ പ്രചരിച്ചിരുന്ന ഒരു കീർത്തനമാണിത്. ലോകാവസാനം വിധി പറയുന്ന നാളിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കീർത്തനത്തിന്റെ പ്രധാന ആശയം. ആരാണ് എഴുതിയതെന്ന കാര്യത്തിൽ തർക്കമുണ്ടെങ്കിലും തോമസ് സെലിനോ എന്ന ക്രിസ്ത്യൻ പുരോഹിതനാണ് കീർത്തനത്തിന്റെ ശില്പിയെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഈ കവിതയിൽ ഉപയോഗിച്ച വാക്കുകളുണ്ടാക്കുന്ന ചിത്രത്തിന്റെ ഭീകരത കൊണ്ടും അത് പാടുമ്പോൾ ഉണ്ടാകുന്ന ഭയം മൂലവും പതിയെ ഈ കീർത്തനത്തിന് ഒരു ഹൊറർ മൂഡ് വന്നു. കാലക്രമേണ ഭയത്തിന്റെ മറുവാക്കായി മാറി ഡിയസ് ഈറെ എന്നത്. ഭയം ജനിപ്പിക്കാനും പ്രതികാര സൂചകമായിട്ടുമൊക്കെയാണ് പോപ്പുലർ കൾച്ചറിൽ ഡിയസ് ഈറെ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാഹുൽ സദാശിവൻ എഴുതി സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ നായകനായ ഡിയസ് ഈറെ എന്ന സിനിമയെക്കുറിച്ചാണ്. അനാലിസിസ് ആയതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാകും. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ സിനിമ കൊണ്ടും ഞെട്ടിപ്പിക്കുന്ന സംവിധായകനാണ് രാഹുൽ സദാശിവൻ. ചെയ്തു വെച്ചതെല്ലാം ഹൊറർ സിനിമയാണെങ്കിലും എല്ലാ സിനിമകളും വ്യത്യസ്തമായ സിനിമകളാണ്. വിഷ്വൽസ് കൊണ്ട് പേടിപ്പിക്കുക എന്നതിലുപരി സൈക്കോളജിക്കലി പ്രേക്ഷകനിൽ പേടി ജനിപ്പിക്കുക എന്നതാണ് രാഹുലിന്റെ ട്രീറ്റ്മെന്റ്. ഭൂതകാലം ഉൾപ്പെടെ എല്ലാ സിനിമകളിലും രാഹുൽ അത് ചെയ്തിട്ടുണ്ട്. മലയാള ഹൊറർ സിനിമകളെയും അതിന്റെ ഭാഷയെയും പൊളിച്ചെഴുതുകയാണ് രാഹുൽ തന്റെ സിനിമകളിലൂടെ ചെയ്യുന്നത്. പുതിയ ചിത്രമായ ഡിയസ് ഈറയും അതിൽ നിന്ന് ഭിന്നമല്ല. സൈക്കോളജിക്കലി സിനിമയിൽ ഇന്നാക്കിയ ശേഷം പതിയെ പറയുന്ന കാര്യത്തിന്റെ ഇന്റൻസ് കൊണ്ട് ഭയം ജനിപ്പിക്കുകയാണ് ഡിയസ് ഈറയിലും രാഹുൽ ചെയ്യുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഭ്രമയുഗത്തേക്കാൾ എന്നെ പേടിപ്പിച്ചത് ഭൂതകാലമാണ്. ഭൂതകാലത്തിൽ വിനുവിന്റെയും ആശയുടെയും മാനസികാവസ്ഥയിലും ആ സാഹചര്യത്തിലും നമ്മൾ അകപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്. അല്ലാതെ ഭയപ്പെടുത്താനുള്ള ഒരു ഗിമ്മിക്കും രാഹുൽ ഭൂതകാലത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അതേ രീതി തന്നെയാണ് ഡിയസ് ഈറയിലുമുള്ളത്. മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട മകന്റെ കൂടെ ഉറങ്ങുന്ന അമ്മയുടെ ആ ചിത്രമാണ്, ആ സാഹചര്യമാണ് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എന്ന് എഴുതി കാണിച്ചാണ് സിനിമ ആരംഭിക്കുന്നത്. ഒറ്റ സംഭവത്തെ ആധാരമാക്കിയല്ല സിനിമ ചെയ്തിട്ടുള്ളത്. മറിച്ച് നമ്മുടെ നാട്ടിലും രാജ്യത്തും നടന്നിട്ടുള്ള ഒരു ഡെഡ് ബോഡിയുടെ കൂടെ ജീവനുള്ള ഒരാൾ താമസിക്കുക എന്ന ഹൊറർ എലമെന്റാണ് ഇവിടെ രാഹുൽ എടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധമായത് 2015 കൊൽക്കത്തയിൽ നടന്നതാണ്. പാർത്ത ദേ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മരണപ്പെട്ട തന്റെ ചേച്ചിയോടൊപ്പം താമസിച്ചത് 6 മാസമാണ്. അസ്ഥിക്കൂടത്തിൽ അല്പാൽപ്പം മാംസം പറ്റിപ്പിടിച്ച രീതിയിലായ മൃതദേഹം ഫ്ളാറ്റിൽ നിന്ന് കെയർ ടേക്കറാണ് കണ്ടെത്തുന്നത്. 2 നായകളുടെ ബോഡിയും അപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ചേച്ചി മരിച്ചിട്ടില്ല എന്നതായിരുന്നു പാർത്തയുടെ വിശ്വാസം. എന്നും ഞങ്ങൾ സംസാരിക്കാറുണ്ടെന്നും അവളെ കൊണ്ടുപോകരുതെന്നും പാർത്ത പോലീസുകാരോട് ആവശ്യപ്പെട്ടിരുന്നു. മറ്റൊരു പ്രശസ്ത സംഭവം മലപ്പുറം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. സെയ്ദ് എന്ന് പേരുള്ള ഗൃഹനാഥനാണ് മരണപ്പെട്ടത്. ഇയാളുടെ മൃതദേഹത്തിനോടൊപ്പം മക്കളും ഭാര്യയും താമസിച്ചത് 4 മാസത്തോളമാണ്. സെയ്ദ് ജീവിതത്തിലേക്ക് തിരിച്ചുവരും, അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഭാര്യയും 21 വയസ്സുള്ള മകനും പോലീസിനോട് പറഞ്ഞത്. 2017 ഈ സംഭവം. 2016 കൊച്ചിയിലെ പാലാരിവട്ടത്തും ഇത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 6 മാസത്തോളം മരണപ്പെട്ട ചേച്ചിയോടൊപ്പം അനിയത്തി താമസിച്ചു എന്നതായിരുന്നു വാർത്ത. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തോടൊപ്പം താമസിക്കുക എന്നത് തന്നെയാണ് ഇതിലെ പൊതുവായിട്ടുള്ള ഹൊറർ എലമെന്റ്. ഇത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഡിലൂഷണൽ ഡിസോർഡർ കാരണമാണ് അധിക ആളുകളും ഇങ്ങനെ ചെയ്യാറുള്ളത്. സിനിമയിൽ മനുവിന്റെ അമ്മക്കും ഇത്തരത്തിലുള്ള ഡിസോർഡർ തന്നെയാണ്. മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഡിലൂഷനുള്ളവർ ശരിക്കും മരിച്ചവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കും. അവർ സംസാരിക്കുന്നുണ്ടെന്നും ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും എല്ലാം അവർ വിശ്വസിക്കും. വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അവർ ശരിക്കും കാണുകയും അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ അവസ്ഥയിലുള്ളവർ പ്രിയപ്പെട്ടവരുടെ ബോഡി മറവ് ചെയ്യാത്തത്. കൊൽക്കത്തയിൽ സംഭവിച്ചത് ഡിലൂഷണൽ ഡിസോർഡറിന് ഉദാഹരണമാണ്. ചേച്ചി ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പാർത്ത വിശ്വസിച്ചത്. ഇനി മറ്റൊരവസ്ഥയുണ്ട്, ഷെയർഡ് സൈക്കോട്ടിക് ഡിസോർഡർ. ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ ഡിലൂഷനിലാകുന്ന അവസ്ഥയാണിത്. മലപ്പുറത്ത് നടന്ന സംഭവം ഇതിന് ഉദാഹരണമാണ്. മരിച്ച ഭർത്താവ് തിരിച്ചു വരുമെന്ന് ഭാര്യ മാത്രമല്ല മക്കളും വിശ്വസിച്ചു. ഒരാൾക്ക് പോലും സംശയം തോന്നിയില്ല. ഈ അവസ്ഥക്കാണ് ഷെയർഡ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഡൽഹിയിലെ ബുരാരി കൂട്ട ആത്മഹത്യ ഈ അവസ്ഥക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരു കുടുംബത്തിലെ 11 പേരാണ്
ഒരുമിച്ച് ഒരേ സമയം തൂങ്ങി മരിച്ചത്. മരണപ്പെട്ട അച്ഛൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അവർ തൂങ്ങി മരിച്ചത്. അച്ഛൻ തന്നെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും അതിനാൽ ഇത് മരണമല്ലെന്നും അവർ 11 പേരും ഒരുപോലെ വിശ്വസിച്ചു. ഈ കേസിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഹൗസ് ഓഫ് സീക്രട്ട് എന്നൊരു ഡോക്യുമെന്ററി ഉണ്ട്, കണ്ടു നോക്കിയാൽ മതി. പറഞ്ഞു വന്നത് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരാൾ മൃതദേഹത്തിനോടൊപ്പം ജീവിക്കുമെന്നാണ്. ആ ഒരു ഹൊറർ എലമെന്റ് ആണ് രാഹുൽ DS ഈറയിൽ പരീക്ഷിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് DS ഈറ എന്ന ടൈറ്റിൽ ഈ സിനിമയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്ന് നോക്കാം. ക്രോധത്തിന്റെ ദിനം അഥവാ നന്മതിന്മകൾ തിരിച്ച് ഒരു മനുഷ്യന്റെ വിധി എഴുതുന്ന ദിനം എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ആരുടെ വിധിയാണ് സിനിമയിൽ തീരുമാനിക്കുന്നത് എന്നതാണ് ചോദ്യം. തീർച്ചയായും അത് പ്രണവ് അവതരിപ്പിക്കുന്ന റോഹൻ എന്ന കഥാപാത്രത്തിന്റെ വിധി തന്നെയാണ്. ജീവിതത്തിൽ തീർത്തും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത അലസനായ ഒരാളാണ് റോഹൻ. റിലേഷനിലോ കരിയറിലോ ഒരു കമ്മിറ്റ്മെന്റും അയാൾക്കില്ല. ആദ്യ സീനിലൂടെ തന്നെ അയാളുടെ ക്യാരക്ടർ രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്ലേ ബോയ് ആണ് റോഹൻ. അതിന്റെ ശിക്ഷയാണ് അയാൾ പിന്നീട് അനുഭവിക്കുന്നത്. ഒരു പക്ഷേ റോഹൻ ചതിച്ചത് കൊണ്ടാകാം കനി ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ മനുവിന്റെ പ്രേതം അവൾ ചെയ്ത കുറ്റത്തിന് ശിക്ഷയായി അവളെ കൊന്നതാകാം. രണ്ടിനും സാധ്യത സിനിമ തുറന്നു വെക്കുന്നുണ്ട്. കനിയുടെ പിന്നാലെ പ്രേതാത്മാക്കൾ ഉണ്ടെന്നുള്ള തരത്തിൽ മധുസൂദനൻ പോറ്റി അമ്മയോട് ഒരവസരത്തിൽ പറയുന്നുണ്ട്. അത് മുന്നേ പറഞ്ഞിരുന്നുവെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കാമായിരുന്നില്ലേ എന്നുള്ള അമ്മയുടെ ചോദ്യത്തിൽ കനിയുടേത് ആത്മഹത്യ അല്ലെന്നുള്ള ധ്വനിയുണ്ട്. എന്നാൽ റോഹന്റെ POVയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ആത്മഹത്യ ആകാനുള്ള സാധ്യതയും സിനിമ വരച്ചിടുന്നുണ്ട്. രണ്ടായാലും മനുവിന്റെ പ്രേതമാണ് റോഹന്റെ പിന്നാലെയുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ മനു ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷയാണ് അവൻ അനുഭവിക്കുന്നത്. തീർത്തും പുതുമയുള്ള ഹൊറർ അനുഭവമാണ് DS ഈറ. ഈ സിനിമയോടുകൂടി രാഹുൽ ഹൊറർ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുകയാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ മധുസൂദനൻ പോറ്റി കൊടുമ്പൻ പോറ്റിയുടെ പരമ്പരയിലെ അവസാന കണ്ണിയാണ്. ഭൂതകാലത്തിലെ സൈജു ഗ്രൂപ്പിന്റെ ജോർജ് ഈ സിനിമയിലും വരുന്നുണ്ട്. DS ഈറയിലൂടെ പുതിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സും മലയാളത്തിന് കിട്ടിയിരിക്കുകയാണ്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഫിലോസഫി, ഐഡിയോളജി, അനാലിസിസും ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. Quando io detesta il solos, cum trascritte discussurus, scies ire